ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ നാളുകൾ വ്രതശുദ്ധിയുടെയും അനുതാപത്തിൻ്റെയും ദിനങ്ങളാണ്. ഓരോ ദിവസത്തെ ധ്യാനവും ക്രിസ്തുവിലേക്ക് കൂടുതലായി അടുക്കാനുള്ള ദിനങ്ങളായി മാറട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറയുന്നു. ആകുല ചിന്തയിൽ കഴിയുന്ന മനുഷ്യനുള്ള സന്ദേശമാണ് ഈ ഭാഗം. ആധുനിക മനുഷ്യൻ്റെ ചിന്തയാണ് ആകുലത. എല്ലാം ഉണ്ടെങ്കിലും നാളെ എങ്ങനെയാകും, നാളെ എന്തായിത്തീരും എന്നുള്ള ചിന്ത. ജീവന ഉപാധികളോടുള്ള അമിതമായ ആഗ്രഹമാണ് ആകുല ചിന്തയ്ക്ക് ഇടയാക്കുന്നത്. അവിടെയാണ് മറ്റേതിനേക്കാളും വിലപിടിപ്പുള്ള ദൈവിക സന്തോഷം കണ്ടെത്തുവാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. വില്യം ബാർക്ലേ പറയുന്നത് ജീവിതം അർത്ഥപൂർണമായി തീരുവാൻ 3 കാര്യങ്ങൾ ആവശ്യമാണെന്നാണ്. ഒന്നാമതായി സംതിങ് ടു ഡു, പ്രവർത്തിക്കുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക. രണ്ടാമതായി സംതിങ് ടു ലവ്, സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ആരെങ്കിലും ഉണ്ടായിരിക്കുക. മൂന്നാമതായി സംതിങ് ടു ഹോപ്പ്, പ്രതീക്ഷിക്കുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക. ജീവിതം ഉത്കണ്ഠപൂരിതമാകുന്നത് അമിതമായ ആവശ്യങ്ങൾ കൊണ്ടാണ്. ആവശ്യങ്ങൾക്ക് ഒരു അതിര് നിർമ്മിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ചിലതിനോടൊക്കെ വേണ്ട എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ചിന്തകൻ ഇങ്ങനെ പറയുന്നത്, ഒന്ന് ഓർത്തു നോക്കിയാൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം മതി മനുഷ്യന്. തുറന്നിട്ടൊരു ജാലകം, ധ്യാനിക്കുവാൻ ഒരു പുസ്തകം, സ്നേഹിക്കുന്ന ആളുടെ കരം. കുറച്ചുകൂടെ ലളിതമായി ഒരു ക്രിസ്തീയ ചിന്തയിൽ നമുക്കത് കൊണ്ടുവരുമ്പോൾ തുറന്നിട്ടൊരു ജാലകം, നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന ഈ മനോഹരമായ ഭൂമി, ധ്യാനിക്കുവാൻ ഒരു പുസ്തകം, അത് തിരുവചനം, സ്നേഹിക്കുന്ന ആളുടെ കരം, അത് കർത്താവിൻ്റെ കരം. ഇത്രയും മതി ഈ ലോകത്ത് അർത്ഥപൂർണമായി ജീവിക്കുവാൻ. എങ്ങനെയാണ് ആകുല ചിന്തയെ നേരിടുവാനായിട്ട് സാധിക്കുന്നത്? ഒന്നാമതായി ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. ദൈവം സ്നേഹമുള്ള പിതാവാണെന്നും എനിക്ക് സംഭവിക്കുന്നതൊക്കെയും ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് എൻ്റെ പിതാവെന്നും ഉള്ള വിശ്വാസത്തിൽ ഇന്നലെ നടത്തിയവൻ ഇന്നും നടത്തുന്നവൻ നാളെയും നടത്തുന്നവൻ മതിയായവനാണെന്നുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം. രണ്ടാമതായി ദൈവത്തിലുള്ള പ്രത്യാശ. എനിക്ക് സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ അതെല്ലാം എൻ്റെ നന്മയ്ക്കായി ദൈവം അനുവദിക്കുന്നതാണ് ദൈവിക പ്രത്യാശ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളിലും ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് ജീവിക്കുമ്പോൾ ആ ക്രിസ്തീയ പ്രത്യാശയ്ക്കനുസരിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. മൂന്നാമതായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ വിഷയങ്ങളെ ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിക്കുന്നതാണ്. ദൈവവുമായി നമ്മുടെ ആവശ്യങ്ങൾ പങ്കുവെക്കുന്നതാണ്. എൻ്റെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും എൻ്റെ വേദന നിറഞ്ഞതായും എൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തോട് പങ്കുവെക്കുമ്പോൾ ആ ആവശ്യങ്ങളിൽ തക്ക പരിഹാരകനായി എന്നോടൊപ്പം ദൈവമുണ്ടാകും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ആകുല ചിന്ത വരുമ്പോൾ പ്രാർത്ഥിപ്പീൻ എന്ന് പറയുന്നത്. ഞാൻ പ്രധാനമായി 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, ദൈവത്തിലുള്ള പ്രത്യാശ, പ്രാർത്ഥന. ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ഈ നാളുകളിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവവുമായുള്ള ബന്ധത്തിൽ ഈ നോമ്പ് കാലങ്ങളിൽ മുമ്പോട്ട് പോകുവാനും അതിനനുസൃതമായി മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുവാനും ഈ നാളുകളിൽ നമുക്ക് സാധിക്കണം. അതിനായി ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.